നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം 1970കളിലേക്കാൾ വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ എത്തിക്കുമെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി മേധാവി ഫാത്തി ബിറോൾ. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ സ്ഫോടനങ്ങൾ തുടരുന്നതിനിടെയാണ് ബിറോളിന്റെ മുന്നറിയിപ്പ്. ഓസ്ട്രേലിയയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബിറോൾ. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചതാണ് നിലവിലെ കടുത്ത പ്രതിസന്ധിയുടെ കാരണം. 48 മണിക്കൂറിനുള്ളിൽ ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. യുദ്ധം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായി. ബ്രന്റ് ക്രൂഡ് ഓയിലിന് നിലവിൽ ബാരലിന് $111 മുകളിലാണ് വില. യുദ്ധം തുടങ്ങുന്ന സമയത്ത് $70 ആയിരുന്ന എണ്ണവില കഴിഞ്ഞ ആഴ്ച $119 വരെ എത്തിയിരുന്നു. ഉൽപാദനത്തെയും കപ്പൽ ഗതാഗതത്തെയും യുദ്ധം സാരമായി ബാധിച്ചിട്ടുള്ളതിനാൽ വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ അനിശ്ചിതത്വം തുടരുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ഭീഷണി നേരിടുകയാണെന്ന് UAE ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രാജ്യത്തെ വ്യോമ പ്രതിരോധ സേന നിലവിൽ ആക്രമണങ്ങളെ ചെറുക്കുകയാണെന്നും ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നും അധികൃതർ അറിയിച്ചു. ഇറാന്റെ ഒരു മിസൈൽ തകർത്തതായും മറ്റൊന്ന് ആൾവാസമില്ലാത്ത മേഖലയിൽ പതിച്ചതായും സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലെത്തിയ ഒരു ഡ്രോണും സൈന്യം വെടിവെച്ചിട്ടു. സൗദിക്കെതിരെ ഉണ്ടായ ഇറാൻ ആക്രമണത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അപലപിച്ചു. ഇസ്രായേൽ ഗാസ യുദ്ധം പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നതായി ഗവേഷകർ. യുദ്ധവുമായി ബന്ധപ്പെട്ട സൈനിക നടപടികളും നിർമ്മാണ പ്രവർത്തനങ്ങളും വഴി ഏകദേശം 3.3 കോടി ടൺ കാർബൺ ഡയോക്സൈഡിന് തുല്യമായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ കലർന്നതായി ഗവേഷകർ വെളിപ്പെടുത്തുന്നു. വൺ എർത്ത് എന്ന ശാസ്ത്ര ജേണലാണ് ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ക്യൂൻ മേരി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെയും ലങ്കാസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെയും ഗവേഷകരാണ് പഠനം നടത്തിയത്. യുദ്ധകാലയളവിലുണ്ടായ കാർബൺ പുറന്തള്ളൽ ജോർദാൻ എന്ന രാജ്യം ഒരു വർഷം പുറത്തുവിടുന്ന മലിനീകരണത്തിന് തുല്യമാണെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഏകദേശം 76 ലക്ഷം പെട്രോൾ കാറുകൾ ഒരു വർഷം ഓടുമ്പോഴുണ്ടാകുന്ന മലിനീകരണത്തിന് സമാനമാണിത്. 3.3 കോടി ഏക്കർ വനഭൂമിക്ക് ഒരു വർഷം കൊണ്ട് ആഗിരണം ചെയ്യാവുന്ന അത്രയും കാർബണാണിതെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. സുധാകരനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചെറ്റത്തരം പ്രയോഗത്തിൽ ന്യായീകരണവുമായി AK ബാലൻ. ചെറ്റത്തരം എന്ന വാക്കിന് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിൽ അർത്ഥമായി വരുന്നത് അല്പത്തരം, ഹീനത എന്നിങ്ങനെയാണ്. അല്പത്തരം നിറഞ്ഞ പെരുമാറ്റമായി പോയി സുധാകരൻ്റേത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും ബാലൻ വിശദീകരിച്ചു. ചെറ്റത്തരം എന്ന മുഖ്യമന്ത്രിയുടെ പ്രയോഗം ചർച്ചയാക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി സുധാകരനെ ചെറ്റയെന്ന് വിളിച്ചിട്ടില്ല. ചെറ്റത്തരം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വഞ്ചന നിറഞ്ഞ സമീപനം സുധാകരൻ സ്വീകരിച്ചപ്പോൾ ഉചിതമായ വാക്ക് മുഖ്യമന്ത്രി പ്രയോഗിച്ചു. സുധാകരൻ അധപതിച്ചു പോയതിൽ വിഷമമുണ്ടെന്നും ബാലൻ പറഞ്ഞു. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരെ കോമാളി പ്രയോഗം നടത്തിയതിൽ ഖേദപ്രകടനവുമായി CPM നേതാവ് തോമസ് ഐസക്. വ്യക്തിപരമായി വിമർശിച്ചിട്ടില്ല. മധ്യേഷ്യയിലെ പ്രതിസന്ധിയെക്കുറിച്ചും പലസ്തീൻ വിഷയത്തെക്കുറിച്ചും ഞങ്ങൾക്കും കോൺഗ്രസിനും നിലപാടുണ്ട്. എന്നാൽ ആ നിലപാടുകൾക്ക് വിരുദ്ധമായുള്ള പിഷാരടിയുടെ അരാഷ്ട്രീയ നിലപാടിനെയാണ് താൻ വിമർശിച്ചത്. തോമസ് ഐസക്കിന് മറുപടിയുമായി രമേശ് പിഷാരടി രംഗത്തെത്തിയിരുന്നു. തോമസ് ഐസക്കിനോട് സ്നേഹം മാത്രമാണുള്ളത്, സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നതല്ലെന്ന് രമേശ് പിഷാരടി പറഞ്ഞു. ഐസക്കിനോടൊപ്പം നിന്ന് മറുപടി പറയാനല്ല, കലാകാരന്മാർ എന്നാണ് CPMന് വെറുക്കപ്പെട്ടവരായതെന്നും രമേശ് പിഷാരടി ചോദിച്ചു. ഒപ്പം നിൽക്കാത്തവർ വെറുക്കപ്പെടേണ്ടവർ ആണെന്ന നിലപാട് ശരിയല്ലെന്നും പിഷാരടി പറഞ്ഞു. കോമാളി വേഷം കിട്ടുന്ന ഇത്തരം നടന്മാരെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് വോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ എന്നായിരുന്നു തോമസ് ഐസക്കിന്റെ പരാമർശം. വെള്ളാപ്പള്ളി നടേശനെയും SNDP ഭാരവാഹികളെയും അയോഗ്യരാക്കിയ ഹൈക്കോടതി ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. കേസിലെ എതിർകക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. അപ്പീലിൽ വിശദമായ വാദം കേൾക്കാമെന്നും കോടതി അറിയിച്ചു. അന്തിമവിധി ഉണ്ടാകുന്നതുവരെ വെള്ളാപ്പള്ളി അടക്കമുള്ള ഭാരവാഹികൾക്ക് തൽസ്ഥാനത്ത് തുടരാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കമ്പനി നിയമത്തിലെ ലംഘനം ചൂണ്ടിക്കാട്ടിയായിരുന്നു SNDP ഭാരവാഹികളെ അയോഗ്യരാക്കി ജസ്റ്റിസ് TR രവി നേരത്തെ വിധി പറഞ്ഞത്. ഗുരുവായൂരിൽ വർഷങ്ങളായി ഹിന്ദു MLA ഇല്ല എന്ന ഗോപാലകൃഷ്ണന്റെ പരാമർശത്തെ പിന്തുണച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ശബരിമല കൊള്ള നടക്കുന്നു, ഗുരുവായൂരിൽ നിന്ന് പണം കാണാതാകുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂരിൽ വിശ്വാസിയായ ഒരു MLA ഉണ്ടാകണമെന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? BJPക്കാർ മതത്തെക്കുറിച്ച് പറഞ്ഞാൽ വിദ്വേഷം, മറ്റുള്ളവർ പറഞ്ഞാൽ മതേതരം, മതമാണെന്നൊക്കെ പാടി നടക്കുന്നവർ സെക്കുലർ ആണെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം വിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ പോലീസ് ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. കോൺഗ്രസിന്റെ ഡീൽ ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ 10ഓളം സീറ്റിൽ BJPയും CPMും തമ്മിൽ ഡീലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരുന്നു. കുറച്ച് വോട്ട് കിട്ടാൻ CPM വർഗീയ കക്ഷികളുമായി കൂട്ടുചേരില്ല. BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയ ചരിത്രമുള്ളത് കോൺഗ്രസിനാണ്. കോലിബി സഖ്യം അടക്കമുള്ള കാര്യങ്ങൾ വോട്ടർമാർ മറന്നിട്ടില്ല. 2016 നിയമത്ത് BJP ജയിക്കാൻ കാരണം കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. കോൺഗ്രസ് വോട്ടിന് ഇടിവുണ്ടായെന്നും നേമത്തെ അന്നത്തെ BJPയുടെ ജയം ഡീലിന്റെ ഭാഗമാണെന്നും പിണറായി ആരോപിച്ചു.
മൂന്നാറിൽ വീണ്ടും ഭീതി പരത്തി പടയപ്പ കൊമ്പന്റെ വിളയാട്ടം. മൂന്നാർ ഉദുമൽപേട്ട് അന്തർ സംസ്ഥാന പാതയിലായിരുന്നു വാഹനയാത്രക്കാരെ ഭീതിയിലാഴ്ത്തി കൊമ്പൻ വാഹനങ്ങൾക്ക് നേരെ ആക്രമണത്തിന് തുനിഞ്ഞത്. കൊമ്പന്റെ മുന്നിൽപ്പെട്ട ഒരു കാർ മുതൽ യാത്രക്കാരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പാഞ്ഞെത്തിയ കൊമ്പൻ കാർ കുത്തിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നു. 2-3 വട്ടം കാർ കുത്തിമറിക്കാനും തള്ളി നീക്കാനും പടയപ്പ ശ്രമിച്ചു. അതിനിടെ മനസാന്നിധ്യം വിടാതെ ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്യുകയും മുന്നോട്ട് നീക്കുകയുമായിരുന്നു. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. വാഹനം ആക്രമിച്ചതോടെ പടയപ്പയെ നിയന്ത്രിക്കാൻ കൂടുതൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയർന്നിരിക്കുകയാണ്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.